ദൈവമേ, സമയം 5 കഴിഞ്ഞല്ലോ. ടൗണിൽ പോയ ടിന്റുവിനെ ഇതുവരെ കണ്ടില്ലല്ലോ. എന്റെ മോനെ എന്ത് പറ്റിയോ ആവോ? എന്താടി കൊച്ചേ, നീ എന്തിനാ വിളിച്ചു കൂന്നേ? ടിന്റുമോൻ ഇതുവരെ വന്നില്ല. വൈകിട്ട് ടൗണിൽ പോയതാ. നീ ഇങ്ങനെ വെപ്രാളപ്പെടാതെ. അവൻ കൊച്ചു കുഞ്ഞൊന്നുമല്ലല്ലോ. അവൻ ടിന്റുമോനാ, ടിന്റുമോൻ. അങ്ങേരും വന്നിട്ടില്ലാന്നേ. ഞാൻ ഇനി എന്ത് ചെയ്യും എന്റെ ഈശ്വരാ? ഇതിനെന്തിനാ കൊച്ചു ഇങ്ങനെ ബേജാറാവുന്നേ? ആ മൊബൈൽ എടുത്ത് ടിന്റുമോന്റെ അച്ഛനെ വിളിച്ച് വിവരം പറയരുതോ? പുള്ളിയും ടൗണിൽ തന്നെയല്ലേ? അതല്ലേ കുഴപ്പം. അങ്ങേരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആന്നേ. കഷ്ടമായല്ലോ. ചിലപ്പോ ഓഫീസിൽ ഓവർ ടൈം ഉണ്ടാവും. നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിലൊന്ന് കംപ്ലൈന്റ് ചെയ്താലോ? അതിന്റെ ഒന്നും ആവശ്യമില്ല ചാക്കോ ചേട്ടാ, ഞാനിതാ എത്തി. നീ എവിടെയായിരുന്നടാ? ഒന്നും പറയണ്ട, തിരിച്ചു വരാൻ ബസ്സിൽ കേറുമ്പോഴുണ്ട് മുമ്പില് ദീപു. അവൻ പറഞ്ഞു ഒരു സിനിമയ്ക്ക് പോകാമെന്ന്. അങ്ങനെ വൈകിയതാ. എന്നാ പിന്നെ വിളിച്ചു പറയണ്ടേ? ഞാനെന്താ കൊച്ചു കുട്ടിയാണോ ചാക്കോ ചേട്ടാ ഇങ്ങനെ പേടിക്കാൻ? അതവിടെ നിക്കട്ടെ. നിന്റെ മാമന്റെ കല്യാണം കഴിഞ്ഞല്ലടാ? പിന്നെ കെങ്കേമമായി കഴിഞ്ഞു. പെണ്ണിനെ കണ്ടില്ലല്ലോ, എന്തൊരു സുന്ദരിയാണെന്നോ. ആണല്ലേ? ആണല്ല, പെണ്ണ്. എത്ര പെണ്ണ് കണ്ടതാ. ഒത്തുവരുമ്പോ അങ്ങ് മുടങ്ങിപ്പോവും. എന്നാലും നിന്റെ മാമൻ എന്നെ കല്യാണത്തിന് വിളിച്ചില്ലടാ. അതിന് മാമനെ പറഞ്ഞിട്ടേ ഒരു കാര്യവുമില്ല. അതെന്താടാ സംഭവം? നീ എന്നെ ഒന്ന് അറിയിച്ചത് പോലും ഇല്ലല്ലോ. അതെ, ചേട്ടനെ അറിയിക്കാത്തത് കൊണ്ടാണല്ലോ ഇതെങ്കിലും ഒന്ന് നടന്നത്. ടിൻഡു, നീ ചെന്ന് കുറച്ച് പച്ചക്കറിയും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങി വന്നേ. ഈ അമ്മയ്ക്ക് തീരെയും ബുദ്ധിയില്ലാതായി പോയല്ലോ. എന്റെ അമ്മേ, പച്ചക്കറിയിലെല്ലാം വിഷമാണെന്ന് പത്രത്തിലുണ്ടായിരുന്നു. വെറുതെ എന്തിനാ അമ്മേ എന്നെ വിട്ട് വിഷം വാങ്ങിപ്പിക്കുന്നത്? ഞാൻ പോവില്ല. അത് ശരിയാ, വിഷമൊക്കെ തന്നെയാ. പക്ഷെ അങ്ങനെ നോക്കിയിരുന്നാലേ വിശക്കുന്നോന്ന് പറഞ്ഞ് അലറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യം ഉണ്ടാവില്ല. ചെന്ന് വാങ്ങിച്ചു വാ. വാങ്ങിച്ചോണ്ട് വാടാ. വാങ്ങിച്ചോണ്ട് വരാതെ പിന്നെ വാങ്ങിച്ചോണ്ട് അതുവഴി ഞാൻ പോവാൻ പറ്റുമോ? അയ്യോ, നമ്മുടെ ടിന്റുമോൻ തലകറങ്ങി വീണല്ലോ. എടുക്ക്, വേഗം ആശുപത്രിയിൽ എത്തിക്ക്. ആരെയും കാണുന്നില്ലല്ലോ, എന്താപ്പ ചെയ്യാ? അതെ, നിങ്ങളൊരു മനുഷ്യനാണോ? ഒരു ചെറുക്കൻ സ്വന്തം കടയിൽ ബോധം കെട്ട് വീണ് കിടക്കുന്നത് കണ്ടിട്ടും എടുത്ത് ആശുപത്രിയിൽ എത്തിക്കാതെ ആളുകൾ വരുന്നത് നോക്കി ഇരിക്കുകയാണോ? വല്ലാത്തൊരു മനുഷ്യൻ തന്നെ. എന്നെ ആശുപത്രിയിൽ എത്തിക്കൂ. ബോധം കെട്ട് കിടക്കുന്ന നീ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോടാ. ഇതെന്ത് ബോധക്കേടാ? എന്റെ ചേട്ടാ, ഞാൻ അബോധാവസ്ഥയിലാണ് സംസാരിക്കുന്നത്. എനിക്കിപ്പോ ബോധം തീരെയില്ല. വിശ്വസിക്കൂ, എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോ പ്ലീസ്. ഇടയ്ക്ക് വരാറുണ്ടോ? ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. പക്ഷേ മിക്കവാറും ദിവസങ്ങളിൽ സൈക്കിളിനാ വരിക. സൈക്കിളിനോ? എടാ, ഈ തലചുറ്റൽ ഇടയ്ക്കിടെ വരാറുണ്ടോന്ന്? ഇല്ല, ഇന്ന് ആദ്യമായിട്ടാ. വൈറ്റമിൻസിന്റെ കുറവാണ്. പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കണം, അപ്പൊ ബോധക്കേട് വരില്ല. എന്റെ പൊന്നു ഡോക്ടറെ, പച്ചക്കറിയുടെ വില കേട്ടപ്പോഴാ എന്റെ ബോധം പോയത്.